ഞാൻ വിടാം. വേണ്ട, അടുത്തല്ലേ. അധികം ദൂരം ഉണ്ടെങ്കിലേ കയറുമെങ്കിൽ വളഞ്ഞ വഴിക്ക് ഓടിക്കാം. കയറ്. പുസ്തകം വായിച്ചോ? ഞാനിതൊക്കെ മിസ് ചെയ്തതാണ് അത്ഭുതം. ഓ, ഇവിടെ നിന്ന് തിരയേണ്ടതായിരുന്നു. സാരമില്ലെന്നേ. ലീനയുടെ വിവാഹം ഒരു ലവ് മാരേജ് ആയിരുന്നു. ഏയ്, മാത്യു അതിനടുത്ത് താമസിക്കുമ്പോ കണ്ടു, അയാൾക്ക് താല്പര്യം തോന്നി. ആന്റി സമ്മതിച്ചപ്പോ അവളും എതിര് പറഞ്ഞില്ല, അത്ര തന്നെ. ഭാവി വരനു വേണ്ടി 10 കൽപ്പനകൾ അവൾ ഹോം സയൻസ് ക്ലാസ്സിൽ ബോർഡിൽ എഴുതി വെച്ചു ഒരു ദിവസം. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കാമല്ലോ. ആ, അതൊക്കെ ഒരു തമാശ. എന്നാലും അഹങ്കാരിയാവണം, ആവശ്യത്തിന് മദ്യപിക്കണം, അതിസുന്ദരനാവരുത്, അങ്ങനെ ഓരോ രസങ്ങൾ. ഞാൻ അറിയുന്ന ലീനയാണെന്ന് വിശ്വസിക്കാൻ പറയാത്തത്. പഠിക്കുമ്പോ ജഗലായിരുന്നല്ലേ? നമ്പർ 1. അവളാണ് ഈ കവിതകൾ എഴുതിയതെന്ന് വിശ്വസിക്കാൻ എനിക്കും പ്രയാസം. വല്ലാത്ത ചേഞ്ച്. മിക്കവാറും കുടുംബിനിയുടെ പക്വത വന്ന കാഴ്ചപ്പാടാണ് കവിതകളിൽ, അല്ലേ? അതാണ് സർപ്രൈസിങ്. വൈ? കുടുംബിനി അല്ലേ? പക്ഷേ ബാല്യം, കൗമാരം, പ്രേമം സാധാരണ കവികൾ വിഷയമാക്കാറുള്ള തീമുകളൊന്നും തന്നെയില്ല. അയ്യോ, നമ്മൾ എവിടെയോ എത്തി. വഴിയറിയാം. ജസ്റ്റ് ഡ്രൈവ്. ഇറങ്ങാം. 5 മിനിറ്റ്. യു ആർ റൈറ്റ്. അത് ഞാൻ ആലോചിച്ചിട്ടില്ല. ബാല്യത്തെ പറ്റി എഴുതാത്ത ഒരു കവിയുമില്ല. ദാറ്റ് ഈസ് സ്ട്രേഞ്ച്. പുസ്തകത്തിൽ വരാത്തല്ലോ. ഒന്നുണ്ട്. യെസ്, only one. പക്ഷേ അതിന്റെ അവസാനത്തിൽ ഇരുൾ വീണൊരിടവഴിയിൽ എവിടെ വെച്ചാരെന്റെ ചെറുകൈ വിളക്കുമെടുത്തെറിഞ്ഞു എന്നൊരു തേങ്ങലുണ്ട്. ബാല്യത്തിൽ ഏതെങ്കിലും ദുരന്തമാവാം. അമ്മ മരിച്ചതാവും. വാത്സല്യം കിട്ടും മുമ്പേ അമ്മ മരിച്ചു. അതായിരിക്കും സൂചന. ഒരു ഗസ് വർക്ക്. അങ്ങനെയാവാം. ജോലിക്കാരി വരും, മടങ്ങണം. ഇരുട്ടിനോട് അവൾക്ക് വല്ലാത്തൊരു ആരാധനയുണ്ട്, ശ്രദ്ധിച്ചോ? ശ്യാമള ക്രിട്ടിസിസ് എഴുതണം. യു ആർ ഷാർപ്പ്. ഞാനും ശ്രദ്ധിച്ചു. മദ്രാസിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ ഇടയ്ക്ക് വരാറുണ്ടോ? മദ്രാസിൽ അമ്മയല്ല, ഇളയമ്മ. അച്ഛൻ 2ാമത് മാരി ചെയ്തു. ഓ, എന്നേക്കാൾ 4 വയസ്സേ കൂടൂ. അമ്മയെന്ന് വിളിച്ചാൽ അവർക്കൊരു ഇൻസൾട്ടായി തോന്നും. ജ്യേഷ്ഠൻ സെക്കൻഡറാബാദിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക് കത്ത് വരും. ഫാമിലിയൊക്കെ ഡൽഹിയില്. അങ്ങനെ ആരുമില്ല. മാത്യുവും ലീനയുമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ക്ലോസ് ഫാമിലി. ലീനയ്ക്ക് ടിബിയുടെ ട്രീറ്റ്മെന്റ് എവിടെയായിരുന്നു? സ്കൂളിൽ നിങ്ങളാരും അറിഞ്ഞിരുന്നില്ലേ? ബഹളം കൂട്ടി പപ്പ വിളിച്ചോണ്ട് പോയിന്നറിയും. ഹെഡ് മാസ്റ്റർക്ക് വിവരം ഉണ്ടാവും. ഹെഡ് മാസ്റ്റർ അടുത്ത് ഞങ്ങളാരും പോയില്ല. ടെററായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴവിടെ? അറിയില്ല, ആയിരിക്കണം. റിട്ടയർ ചെയ്യാറായിട്ടില്ല. വേഗം ഇരുട്ടാവും കാലത്ത്, അല്ലേ? അല്പായുസുകളായ പകലുകൾ. ലീനയുടെ പ്രയോഗമാണ്. താങ്ക്സ് ഫോർ ദ റൈഡ്. യു ആർ വെൽക്കം. വീണ്ടും ഈ വഴിക്ക് വരുമ്പോ വെൽക്കം. യെസ്, ഐ റിമെമ്പർ. അഡ്മിഷൻ പ്രോബ്ലം ആണ്. അത് മെയ് സ്റ്റാൻഡ്. മെയ് മാസ്റ്റർ ഒന്ന് അന്വേഷിച്ചു നോക്കും. ഐ കനോട്ട് അഷ്യൂർ യു നൗ. മോളെ ഇവിടെ തന്നെ ചേർക്കണമെന്നാണ് എന്റെ ആഗ്രഹം, സർ. ന്യൂ ബ്ലോക്കിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ചില പുതിയ ഡിവിഷൻസ് തുടങ്ങും. ഉറപ്പില്ല. 3.5 ലക്ഷം എസ്റ്റിമേറ്റ് ഇട്ടത് അതിപ്പോ 5 ആകുമെന്നാണ് കോൺട്രാക്ടർ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? പാരന്റ്സ് കുറച്ച് സംഭാവന തന്നാൽ അതിനൊക്കെ പ്രയാസമുണ്ടോ? കുട്ടികളുടെ കാര്യമല്ലേ. മിസ്റ്റർ നായർ ഈ ഭാഗത്താണോ? അല്ല, പക്ഷേ ഇനി എല്ലാ മാസവും കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവും. ഒരു ചെറിയ തോട്ടം വാങ്ങി. ടി എസ്റ്റേറ്റ്? ആ, ചെറുത്. ഒരു 200 ഏക്കേഴ്സ്. സ്ട്രൈക്കിൽ ലോക്കൗട്ടും ഒന്നും അധികം ഭയപ്പെടണ്ടല്ലോ ഇവിടെ വല്ല കാശ് മുടക്കിയാൽ. മോൾക്ക് ഇവിടെ തന്നെ കിട്ടിയാൽ വീക്കെൻഡിന് അവിടെ വന്ന് കാണുകയും ചെയ്യാം എന്നാണ് വിചാരം. പ്ലീസ് കം ഇൻ.
ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ എന്തും. സിരോൺ മിസ്റ്റർ നായർ. താങ്ക് യു. ഇവിടെ സാറുണ്ട്, മലയാളിയാണ്, പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം ഇവിടെ ട്രൈ ചെയ്യാന്ന് വെച്ചത്. ആണും പെണ്ണോട്ട് ആകെ ഒന്നേ ഉള്ളൂ. മകളിപ്പോ പഠിക്കുന്നത് ലോക്കൽ സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം ആണ്, ബ്രൈറ്റ് സ്റ്റുഡന്റ്. എൻട്രൻസ് ടെസ്റ്റ് എഴുതണം, നിർബന്ധം. അതൊക്കെ അവൾ ഈസി ആയിട്ട് എഴുതും. പക്ഷെ ആകെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, അവളുടെ ആരോഗ്യം വളരെ ഡെലിക്കേറ്റ് ആണ്. ഈ ക്ലൈമറ്റില് ഇത് നല്ല ഹെൽത്തി ക്ലൈമറ്റ് അല്ലേ? വിന്ററിൽ അല്പം തണുപ്പുണ്ടാവുമെന്നല്ലാതെ ഇംഗ്ലണ്ടിലെ അതേ വിറല്ലേ. ആ സ്കൂളിന് പ്രത്യേകമായി ഡോക്ടർ അങ്ങനെ വല്ല ഫുൾ അറേഞ്ച്മെന്റ്? ടൈം ഡോക്ടർ, അവർ ഓൺ ക്ലിനിക്, ഓരോ സ്റ്റുഡന്റിനും ഹെൽത്ത് കാർഡ്. ഇത് ഞങ്ങളുടെ ബിൽഡിംഗ് ഫണ്ടിന്റെ ഒരു അപ്പീലാണ്. ഇത് ആപ്ലിക്കേഷൻ. ഞാനൊന്നും വലിയ റിച്ച് അല്ല. ഒരു 25,000 ചെക്ക് അയച്ചാൽ. വണ്ടർഫുൾ, വെരി കൈൻഡ് ഓഫ് യു, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ റെസിഡൻഷ്യൽ സ്കൂൾ എന്നും പറഞ്ഞ് കണ്ടവരൊക്കെ ഇവിടെ കച്ചവടം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. അതാണ് എന്റെ നോട്ടം. പക്ഷേ സാർ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ റാണി മോൾക്ക് എപ്പോഴും ജലദോഷം, താങ്ക് യു, തുമ്മൽ. എന്ത് മരുന്ന് കഴിച്ചിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് വിടുന്നില്ല. വൈഫിന് അതാണ് ഒരു പേടി. അതൊക്കെ സാധാരണയല്ലേ. രക്ഷിതാക്കൾ ഗൾഫില്, സ്റ്റേറ്റ്സില്, അങ്ങനെ പലരും ഇവിടെ ഉണ്ട്. വി ആർ എക്സ്ട്രീംലി കെയർഫുൾ. ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകുന്ന പൊന്നു മക്കളല്ലേ. ഈ സ്കൂളാണ് ഇപ്പോഴും പ്രസിദ്ധം. പക്ഷേ ഒന്നുമില്ല. ഞാനിത് സജസ്റ്റ് ചെയ്തപ്പോ ഭാര്യ, അവളുടെ കുറെ ഫ്രണ്ട്സ് ഭയങ്കര കൂടിയാലോചന. 10 പെണ്ണുങ്ങളെ ചേർത്താൽ 30 അഭിപ്രായം വരും. നമുക്കറിയുന്ന കാര്യമല്ലേ. കറക്റ്റ് കറക്റ്റ്. ആരോ പറഞ്ഞു കേട്ട ഒരു കേസ് എടുത്തിട്ട് ഡിസ്കഷൻ. വൈഫിന് ഭയങ്കര വിഷമായി. എന്ത് കേസ്? ഇവിടെ വെച്ചൊരു കുട്ടിക്ക് TB പിടിച്ചു, അതാരും ശ്രദ്ധിച്ചില്ല, പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി. അങ്ങനെ ഒരു കഥ. ഇവിടുന്നോ? എന്റെ സ്കൂളിൽ നിന്നോ? ഇമ്പോസിബിൾ. പെണ്ണുങ്ങളുടെ സദസ്സിലെ കൂട്ടവും കുറിയും ആവാം. മരിക്കാതെ രക്ഷപ്പെടുത്താൻ രക്ഷിതാക്കൾ പാടുപെട്ടു വന്നു. പണച്ചെലവും മനക്ലേശവും വേറെ. വൈഫിനോട് ആരോ പറഞ്ഞതാണ്. TB? ഈ സ്കൂളിന്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ കേസ് ഉണ്ടായിട്ടില്ല. ഐ എം 100% ഷുവർ. മെഡിക്കൽ റെക്കോർഡ് മുഴുവൻ വേണമെങ്കിൽ നോക്കാം. നോ, ചെറിയ പനി, ഡിസെൻട്രി, അതൊക്കെ സാധാരണയാണ്. എവിടെയായാലും അതൊക്കെ വരുന്നതല്ലേ. TB നോ, ഉണ്ടാവില്ല. ഇപ്പോഴല്ല, 75-ൽ. 75-ലൊക്കെ ഞാനില്ലേ ഇവിടെ. അസൂയക്കാര് പലതും പറയും. ആ രക്ഷിതാക്കളെ പിഴിഞ്ഞ് പണം വാങ്ങുന്ന പബ്ലിക് സ്കൂളുകളെ പറ്റി ഇന്നാൾ ആരോ എഴുതിയിരുന്നു. അത് വടക്കേ ഇന്ത്യയിലെ കാര്യമായിരിക്കണം. ഈ പറഞ്ഞ കുട്ടി, വൈഫ് എന്തോ പേര് പറഞ്ഞല്ലോ, സെലീന, ഒരു പ്രീസ്റ്റിന്റെ മകള്. അച്ഛൻ സ്കൂളിന്റെ പേരിൽ കേസ് കൊടുത്തെന്നോ കേസ് കൊടുക്കാൻ പോയെന്നോ ഒക്കെയാണ് പെണ്ണുങ്ങൾ പറയുന്നത്. മിസ്റ്റർ നായർ, അയാൾ ഒരു അച്ഛനായതുകൊണ്ട് ഞാൻ അടിച്ചില്ല. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ അതിന് മുമ്പും അതിൽ പിന്നെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോ സംഭവം ശരിയാണ്. എന്ത് ശരി? ആ രോഗം വരാതിരിക്കാൻ തന്തമാര് കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തണം. സുഖമില്ലാതായി അച്ഛന്റെ മോക്ക്. ശരിയാണ്, അത് TB അല്ല. ഞങ്ങളുടെ ഡോക്ടർ നോക്കിയപ്പോ 3 മാസം ഗർഭം. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ അച്ചോ ഇങ്ങനൊരു നാണക്കേട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കാതെ നേരെ മകളെയും വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? പക്ഷേ നാണവും മാനവും ഒക്കെ നിങ്ങൾക്കും ഇല്ലേ? സാർ, ആരും ഡിസിപ്ലിൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണ്ട. സദാചാര പാഠങ്ങളും പഠിപ്പിച്ചു തരണ്ട. അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? വീട്ടിലെത്തിയിട്ട് മതി. ക്ലാസ് വിടുന്ന സമയമാണ് ഫാദർ. നടക്ക. സ്നേഹത്തിൻ്റെ
പാവം. ആ കുട്ടി പ്രസവിച്ചോ? ആർക്കറിയാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി. അത്ര നല്ലൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ബ്രില്യൻ. സ്കൂൾ മാഗസീനിലുള്ള ഒരു പോയട്രി എഴുതിയിരുന്നു, സൂപ്പർ. എസ് എ, എലക്യൂഷൻ, റെസിറ്റേഷൻ എല്ലാറ്റിലും അവളായിരുന്നു ഫസ്റ്റ്. അച്ഛന് എന്നോട് തട്ടിക്കയറിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ ഹോസ്റ്റലിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഇമ്പോസിബിൾ. പുറത്തു പോകുമ്പോഴും വെക്കേഷനും ഒക്കെ ഓരോ പിള്ളേർക്കും ഗാർഡ് ഡ്യൂട്ടിക്ക് ആളെ നിർത്താൻ ഞങ്ങൾ സ്കൂളുകാർക്കാവില്ല. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആപ്ലിക്കേഷൻ ഫോംസ് എടുത്തില്ല.